ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വാതിജാസ് പേപ്പർ. എസ്കലേറ്റ് യുവർ ലേണിംഗ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ സ്വാതിജാസ് പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററാണ്. +1 ബയോളജിയിൽ ചാപ്റ്റർ 2 ആണ് വരുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സ്കൂളിൽ ബോട്ടണി സൈഡിലായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. സുവോളജിയിൽ നിങ്ങൾക്ക് ആനിമൽ കിങ്ഡം പഠിക്കാനുണ്ട്. അതേപോലെ ഒരു ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കിങ്ഡംസും ഒക്കെ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണിത്. ആനിമൽ കിങ്ഡത്തിൽ സെപ്പറേറ്റ് ഒരു കിങ്ഡം മാത്രം എടുത്തിട്ട് പഠിക്കാനുള്ളതാണ്. ഇവിടെ അതിന് മുമ്പുള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഡിഫറെൻറ്റ് ഓർഗാനിസംസിനെയും ഒക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ലോങ് ആയിട്ടുള്ള പാരഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചുരുക്കി പറയാം. അതായത് നമുക്കറിയാം, പണ്ട് തൊട്ട് തന്നെ ഓർഗാനിസംസിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ തന്നെ ജനിച്ച അന്ന് മുതൽ നിങ്ങൾ പല ഓർഗാനിസംസിനെയും ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് വളരുന്നത്, അല്ലേ? അതിൽ ഒരു പ്രായം എത്തിയപ്പോൾ നിങ്ങൾ എന്താണ്, ഓരോ ഓർഗാനിസംസിനെ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. പല മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അതിൽ മൃഗങ്ങൾ പക്ഷികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. മൃഗങ്ങൾ എന്താണ്, പക്ഷികൾ എന്താണ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ജീവികളെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ മനുഷ്യന്മാർ പണ്ട് തൊട്ട് തന്നെ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലെ ക്ലാസിഫിക്കേഷൻ പണ്ട് തൊട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അന്ന് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് മനുഷ്യന്മാരുടെ ആവശ്യങ്ങളെ വെച്ചിട്ടായിരുന്നു. അതായത് മനുഷ്യന്മാർക്ക് ഫുഡിന് ആവശ്യമായിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായിരിക്കും, ഷെൽട്ടറിന് ആവശ്യമായിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായിരിക്കും, ക്ലോത്തിങ്ങിന് ആവശ്യമായിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട്, അവരുടെ നീഡുകളെ ബേസ് ചെയ്തിട്ടായിരുന്നു അന്ന് ക്ലാസിഫിക്കേഷൻ നടത്തിയിരുന്നത്. പക്ഷേ സയൻറ്റിഫിക്കായിട്ട് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തത് ആദ്യം ആരായിരുന്നു? അരിസ്റ്റോട്ടിലായിരുന്നു. അപ്പോൾ അരിസ്റ്റോട്ടിൽ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്ലാന്റ്സിനെ ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് എന്നുള്ള രീതിയിലായിരുന്നു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ചിലപ്പോൾ ചെറിയ സ്റ്റാൻഡേർഡ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇത് പക്ഷേ സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. പ്ലാന്റ്സിനെ മൊത്തത്തിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്തു എന്നുള്ളൂ. മരങ്ങൾ, കുറ്റിച്ചെടികൾ, അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ എന്നുള്ള രീതിയിൽ. പക്ഷേ അതൊരു കൃത്യമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നില്ല. മൊത്തത്തിൽ നമുക്ക് കാഴ്ചയിലുള്ള പ്രത്യേകതകൾ കൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ആനിമൽസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്? വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് വിത്തൗട്ട് റെഡ് ബ്ലഡ്. റെഡ് ബ്ലഡ് ഉള്ള, ചോരയുടെ നിറം അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അത്. റെഡ് ബ്ലഡ് ഉള്ള ആനിമൽസിനെ ഒരു സൈഡിലും റെഡ് ബ്ലഡ് ഇല്ലാത്ത കുറേ ആനിമൽസ് ഉണ്ടാവുമല്ലോ, അതിനെ വേറൊരു സൈഡിലുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. അന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ആൾ ചെയ്തത് വലിയൊരു മാറ്റമാണ്, അല്ലേ? അതുവരെയൊക്കെ മനുഷ്യരുടെ ആവശ്യങ്ങളെ വെച്ച് മാത്രമായിരുന്നു ക്ലാസിഫിക്കേഷൻ എങ്കിൽ അരിസ്റ്റോട്ടിൽ അതിനെ കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് ശേഷം ആര് വന്നു? നമ്മുടെ കാൾ ലിനയസ് വന്നു. കാൾ ലിനയസ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അവിടെ കൊണ്ടുവന്നത്. അതിന് മുമ്പ് എന്താ, പ്ലാന്റ്സിനെ സെപ്പറേറ്റ് ഒരു ക്ലാസിഫിക്കേഷൻ 3 എണ്ണമായിട്ടൊക്കെ തരംതിരിക്കൽ, ആനിമൽസിനെ 2 എണ്ണമായി തരംതിരിക്കൽ, അങ്ങനെയൊക്കെ അല്ലായിരുന്നേ. പക്ഷെ കാൾ ലിനയസ് വന്നിട്ട് പറഞ്ഞു പ്ലാന്റ്സ് വേറെ, ആനിമൽസ് വേറെ, ആ രീതിയിൽ കാണണം എന്നുള്ളത്. അപ്പോൾ പ്ലാന്റ്, ആനിമാലിയ എന്നുള്ള രീതിയിൽ 2 കിങ്ഡംസ് ആൾ കൊണ്ടുവന്നു. 2 കിങ്ഡംസ് ആണ് ആൾ കൊണ്ടുവന്നത്. കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമാലിയ. ഓക്കെ, പക്ഷെ അതിന് എന്തുണ്ടായിരുന്നു? ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ, എല്ലാത്തിനെയും പ്ലാന്റ്സിനും ആനിമൽസിനും മാത്രമായിട്ട് തരംതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അതിൽ തന്നെ പ്രോകാരിയോട്സ് ഉണ്ടായിരുന്നു, യൂകാരിയോട്സ് ഉണ്ടായിരുന്നു. പ്രോകാരിയോട്സ് എന്താ, യൂകാരിയോട്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മെംബ്രെയിൻ പൊതിഞ്ഞുകൊണ്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത സാധാരണ രീതിയിലുള്ള ഒരു സെല്ലുള്ള ഓർഗാനിസംസ് ആണ്. പ്രോകാരിയോട്ടിക് സെല്ലുള്ള ഓർഗാനിസംസ് ആണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. അധികം ഡെവലപ്ഡ് അല്ലാത്ത ചെറിയ രീതിയിലുള്ള ബാക്ടീരിയ പോലത്തെ ഓർഗാനിസംസ് ആണ്. പക്ഷേ യൂകാരിയോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെല്ലുകൾ നല്ലോണം ഡെവലപ്പ് ചെയ്തിട്ടുള്ള മെംബ്രെയിൻ കൊണ്ടൊക്കെ പൊതിഞ്ഞിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ് ആണ്. ഓക്കെ, അതിനെ തമ്മിൽ തരംതിരിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിനെയും പ്ലാന്റ്സിൻ്റെ അടിയിൽ അല്ലെങ്കിൽ എല്ലാത്തിനെയും ആനിമൽസിൻ്റെ അടിയിൽ ആ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെ തരംതിരിക്കാൻ പറ്റില്ലല്ലോ. കണ്ടോ, യൂണി
യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിനെ അതുവഴി തരംതിരിക്കാൻ പറ്റില്ല. ഒരു സെല്ലുള്ള ഓർഗാനിസംസും പല സെല്ലുകളുള്ള ഓർഗാനിസംസും. പിന്നെ ഓട്ടോട്രോഫ്സിനെയും ഹെട്രോട്രോഫ്സിനെയും തമ്മിൽ തരംതിരിക്കാൻ പറ്റില്ല. ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ന്യൂട്രീഷൻസ് എടുക്കുന്ന ഓർഗാനിസംസ് ആണ്. ഹെട്രോട്രോഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റൊരു ജീവിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിൽ നിന്ന് ന്യൂട്രീഷൻ പുറത്തു നിന്ന് എടുക്കുന്ന ഓർഗാനിസംസ് ആണ് ഹെട്രോട്രോഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ തരംതിരിക്കലുകളൊന്നും എന്താണ്? 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നടക്കില്ല. അതുകൊണ്ട് പിന്നീടുള്ള ക്ലാസിഫിക്കേഷനിൽ സെൽ സ്ട്രക്ചർ, ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഹാബിറ്റാറ്റ്, എവല്യൂഷണറി റിലേഷൻഷിപ്സ്, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെയുള്ള ക്ലാസിഫിക്കേഷനിലൊക്കെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തു? സെൽ സ്ട്രക്ചർ, ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, സെല്ലിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്, പിന്നെ അവർ ഏത് തരത്തിലുള്ള ന്യൂട്രീഷൻ എടുക്കുന്നതെന്നുള്ളത്, റീപ്രൊഡക്ഷൻ ഏത് തരത്തിലാണ് ചെയ്യണമെന്നുള്ളത്, പിന്നെ ഹാബിറ്റാറ്റ് എങ്ങനെ, അതായത് എവിടെയാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത്, പിന്നെ എവല്യൂഷണറി റിലേഷൻഷിപ്സ്. എവല്യൂഷണറി റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ അവർ എങ്ങനെയാണ് ഈ പരിണാമം സംഭവിച്ച് ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പിന്നത്തെ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. പിന്നീടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് പല തരത്തിലുള്ള ചേഞ്ചസിലൂടെ കടന്നു പോയിട്ടുണ്ട്. കാരണം മനുഷ്യന്മാരുടെ നോളജ് കൂടി വരില്ലേ, സയൻറ്റിഫിക് നോളജ് കൂടി വരും തോറും നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ വ്യത്യാസം വരും, അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ ഒന്നെന്ന് പറയുന്നത്. അത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് റോബർട്ട് എച്ച് വിറ്റാക്കർ ആണ് 1969. 1969 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ ഓർത്തിരിക്കാൻ കുറച്ചുകൂടി എളുപ്പമല്ലേ? കണ്ടോ, 969 ഒരുപോലുള്ള നമ്പേഴ്സാണ് അടുത്തടുത്ത് അല്ലേ? അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഡേറ്റും കൂടി ഒക്കെ എഴുതി കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ക്രെഡിറ്റ് ആണ്. ഓക്കെ, റോബർട്ട് എച്ച് വിറ്റാക്കർ, ചുരുക്കി പറഞ്ഞാൽ RH വിറ്റാക്കർ ആണ് 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 5 കിങ്ഡംസ് ആളുണ്ടാക്കി. 5 കിങ്ഡംസ് ഏതൊക്കെയായിരുന്നു? മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, ആനിമേലിയ. മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, ആനിമേലിയ. ഓക്കെ, അപ്പോൾ അതിൽ മൊനീറ, പ്രൊട്ടിസ്റ്റ എന്ന് പറയുന്നതൊക്കെ ചെറിയ രീതിയിലുള്ള ഓർഗാനിസംസ് ഉള്ള, അധികം ഡെവലപ്ഡ് അല്ലാത്ത ഓർഗാനിസംസ് ആണ്. പിന്നെ പതുക്കെ ഡെവലപ്പായി ഫഞ്ചൈ ആയി, പിന്നെ പ്ലാന്റേ വന്നു, പിന്നെ ആനിമേലിയ വന്നു. അങ്ങനെയാണ് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ആനിമേലിയ എന്നുള്ള കിങ്ഡത്തിലേക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് പുതിയ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ആര് കൊണ്ടുവന്നത്? RH വിറ്റാക്കർ കൊണ്ടുവന്നത്. നമുക്ക് നോക്കാം മൊനീറ എന്താണെന്നുള്ളത്. മൊനീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ബാക്ടീരിയ പോലത്തെ ജീവികളാണ്. ഇതൊക്കെ ഈക്വളി ആണ് കേട്ടോ ഈ പടത്തിൽ കാണുന്നത്. ശരിക്കുള്ളതല്ല, പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൽ മൊനീറയിൽ വരുന്ന ഓർഗാനിസംസ് ഒക്കെ ഇതുപോലെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, അധികം ഡെവലപ്ഡ് അല്ലാത്ത ഓർഗാനിസംസ് ആയിരിക്കും. പ്രൊട്ടിസ്റ്റയിൽ വരുന്നതോ കുറച്ചും കൂടി ഡെവലപ്പായിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. ഇതുപോലെ ഫ്ലജല്ലകളൊക്കെയുള്ള ഓർഗാനിസംസ് ആയിരിക്കാം, കുറച്ചും കൂടി ഡെവലപ്ഡ് ആണത്. പിന്നെ ഫഞ്ചൈയിൽ വരുന്നതൊക്കെ നമ്മുടെ ഫംഗസ് അല്ലേ, മറ്റ് കൂണ് വർഗത്തിലൊക്കെ പെടുന്നവരൊക്കെയാണ്. പ്ലാന്റയിൽ വരുന്നത് നമുക്കറിയാം, പ്ലാന്റ്സ് ആണ് അല്ലേ, പലതരത്തിലുള്ള ചെടികൾ. ആനിമേലയിൽ വരുന്നത് മൃഗങ്ങളാണ്. മൃഗങ്ങളെന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ ഉൾപ്പെടുന്നതാണ് കേട്ടോ മൃഗങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പണ്ട് മൃഗങ്ങൾ മനുഷ്യന്മാരെന്നുള്ള രീതിയിലായിരുന്നു തരംതിരിച്ചിരുന്നത് അല്ലേ. പക്ഷെ അങ്ങനെയല്ല, മനുഷ്യന്മാരെന്ന് പറഞ്ഞാലും ഒരു തരത്തിൽ ഒരു മൃഗമാണ് അല്ലേ. പക്ഷെ അതിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിനൊക്കെ നല്ലോണം ഡെവലപ്ഡ് ആയതുകൊണ്ട് മനുഷ്യന്മാരെ തരംതിരിച്ച് നമുക്ക് കാണാൻ പറ്റുന്നു എന്ന് മാത്രം. മൃഗങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ടേബിൾ നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിൾ തന്നെയാണ്. ഇതൊന്ന് പ്രത്യേകം എടുത്ത് പഠിക്കണം. ഓക്കെ, എക്സാമിന് ചിലപ്പോൾ ഡാഷ് ഇട്ടിട്ടൊക്കെ ചോദിക്കാം, അവിടെ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓരോ കിങ്ഡത്തിൻ്റെയും പ്രത്യേകത എടുത്ത് എഴുതണം എന്നുണ്ടെങ്കിൽ, ഡിസ്ക്രിപ്റ്റീവായിട്ട് പാരഗ്രാഫായിട്ട് എഴുതണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടേബിൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ സെൻറ്റൻസ് ആക്കി എഴുതാം അല്ലേ. മുനീറയെ കുറിച്ചിട്ടൊന്ന് എഴുതാൻ പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ടേബിളിൽ എന്തൊക്കെയാണ് മുനീറയെ കുറിച്ചിട്ട്
പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കുക, അതിനെക്കുറിച്ച് എഴുതാം, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഒന്ന് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കണ്ടോ, 5 കിങ്ഡംസ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. 5 കിങ്ഡംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ 5 കിങ്ഡംസും ഏതൊക്കെയാണ്? മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, ആനിമാലിയേ. അപ്പോൾ ഈ 5 എണ്ണവും കാണാതെ ഇതേ ഓർഡറിൽ തന്നെ പഠിക്കണം. അതിൽ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. കണ്ടോ, പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ ക്യാരക്ടേഴ്സ്? സെൽ ടൈപ്പ്, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് അവരെ ക്ലാസിഫൈ ചെയ്തതെന്ന് അർത്ഥം. ഓക്കെ, സെൽ ടൈപ്പ്, സെൽ വോള്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഈ തരത്തിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സെൽ ടൈപ്പ്, സെൽ വോള്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. അപ്പോൾ അതിൽ സെൽ ടൈപ്പ് ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ചെറിയ രീതിയിലുള്ള അധികം ഡെവലപ്ഡ് അല്ലാത്ത ഓർഗാനിസംസൊക്കെ പ്രോകാരിയോട്ടിക്കിലായിരിക്കും വരിക. സാധാരണ ഒരു സെല്ലായിരിക്കും അത്. വലിയ രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസോ സെൽ ഓർഗനൽസോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരിക്കില്ല. സിംഗിൾ സെൽഡും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയസ് അത്ര ഡെവലപ്ഡ് ആയിരിക്കില്ല. മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിരിക്കില്ല. അതിന് ചുറ്റും അതിനെ പൊതിഞ്ഞുകൊണ്ടുള്ള മെംബ്രെയിൻ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ മൊനീറയിൽ ഏതാണ് സെൽ ടൈപ്പ്? പ്രോകാരിയോട്ടിക് ആണ് വരുന്നത്. പ്രോട്ടിസ്റ്റയിൽ ഏതാ വരുന്നത്? യൂകാരിയോട്ടിക്. കണ്ടോ, കുറച്ചും കൂടി ഡെവലപ്ഡായി. പ്രോട്ടിസ്റ്റയിൽ വന്നപ്പോൾ സെല്ല് കുറച്ചും കൂടി ഡെവലപ്ഡായി, മെംബ്രെയിൻസ് ഒക്കെ വന്നു ന്യൂക്ലിയസിൻ്റെ ചുറ്റും. ഓക്കെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ കിങ്ഡംസിൻ്റെ യൂകാരിയോട്ടിക്കാണ്. ഈ ടേബിൾ പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കൂടി വരികയാണ്, ഡെവലപ്പായി വരികയാണ് എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതിൽ നിന്ന് അപ്പർ ഇതിലേക്കാണ് പോകുന്നത്. മൊനീറയിൽ നിന്ന് പ്രോട്ടിസ്റ്റയിലേക്ക് പോകുമ്പോൾ ഹൈ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഡെവലപ്പായി പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? പ്രോകാരിയോട്ടിക്കിൽ നിന്നും യൂകാരിയോട്ടിക്കിലേക്കായിരിക്കും എപ്പോഴും പോവുക. കാരണം എന്താ? അത് ഡെവലപ്പായി പോവുകയല്ലേ ചെയ്യുന്നത്. കുറച്ചുകൂടി ബെറ്ററായി വരികയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇനി സെൽ വോൾ എങ്ങനെയാണ്? ഇവിടെ നോക്കി നോക്കൂ, സെൽ വോളിൻ്റെ നേച്ചർ എങ്ങനെയാണ് മൊനീറയിൽ? നോൺ സെല്ലുലോസിക് ആണ്. സെല്ലുലോസ് ഇല്ലാത്ത സെൽ വോളാണ്. സെല്ലുലോസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്ലാന്റ്സിലൊക്കെ കാണുന്ന ഒരു എലമെൻ്റാണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെല്ലുലോസ് ഇതിൽ പ്രസൻ്റ് അല്ല, മൊനീറയിൽ പ്രസൻ്റ് അല്ല. പക്ഷെ അതിൽ പോളിസാക്കറൈഡും അമിനോ ആസിഡും ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ സെൽ വോളിൽ, സെല്ലിൻ്റെ ചുറ്റുമുള്ള വോളുണ്ടല്ലോ, ആ സെൽ വോളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ എന്തായിരിക്കും? പോളിസാക്കറൈഡും അമിനോ ആസിഡും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിലുള്ള കോമ്പൗണ്ട്സിൻ്റെ പേര് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഇനി പ്രോട്ടിസ്റ്റയിൽ എങ്ങനെയാണ്? പ്രസൻറ്റ് ഇൻ സം. ചിലതിലൊക്കെ സെൽ വോൾ ഉണ്ട്, പക്ഷെ ചിലതിൽ സെൽ വോൾ ഇല്ല. ഇനി ഫഞ്ചയിൽ എങ്ങനെയാണ്? പ്രസൻ്റ് ആണ്, പക്ഷെ കൈറ്റിനുള്ള സെൽ വോളാണ്. കൈറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻ്റാണ് ഫഞ്ചയിൽ ഉള്ളത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അത് നമുക്ക് പല തവണയായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ കൈറ്റിൻ എന്നുള്ള പേര് ഓർത്ത് വയ്ക്കുക. CH ആണ് കേട്ടോ സ്പെല്ലിങ്. അപ്പോൾ കൈറ്റിൻ. ഇനി പ്ലാന്റയിൽ സെൽ വോൾ ഉണ്ട്, പക്ഷെ സെല്ലുലോസ് ഉള്ള സെൽ വോൾ. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാന്റ്സിലൊക്കെ ധാരാളം ഉള്ളതാണ് സെല്ലുലോസ് എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻറ്റ്. ഓക്കെ, പക്ഷെ ആനിമാലിയയിൽ വരുമ്പോൾ എന്താണ്? സെൽ വോൾ ഉണ്ടോ? ഇല്ല. നമ്മളടക്കമുള്ള മൃഗങ്ങളിൽ സെൽ വോൾ ഇല്ലാത്ത സെല്ലുകളാണ്. ഓക്കെ, ഇനി ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ രീതി എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോകാരിയോട്ടിക്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കില്ല, യൂകാരിയോട്ടിക്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ തന്നെ ഇത് പഠിക്കാൻ പറ്റും. എന്താണ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഏതിലൊക്കെ ഉണ്ട്, ഏതിലൊക്കെ ഇല്ല എന്നുള്ളത്. ഏതിലൊക്കെ ഇല്ലാണ്ടിരിക്കുക? പ്രോകാരിയോട്ടിക്കിലല്ലേ. അപ്പോൾ ഇവിടെ ആബ്സെൻ്റ് ആണ്. ഇതിൽ നമ്മുടെ മൊനീറയിൽ സെൽ വോള് ആബ്സെൻ്റ് ആണ്, കാരണം അത് പ്രോകാരിയോട്ടിക് സെല്ലാണല്ലോ. പക്ഷെ പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, ആനിമാലിയ എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ എന്താണ്? സെൽ വോള് പ്രസൻ്റ് ആണ്. ഓക്കെ, അവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. ഓർഗനൽസിനെയും ന്യൂക്ലിയസിനെയും ഒക്കെ പൊതിഞ്ഞുകൊണ്ട് ഒരു മെംബ്രെയിൻ അവിടെ ഉണ്ടായിരിക്കും. ഇനി ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണ്? സെല്ലുലാറാണ്. മൊനീറയുടെ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലാറാണ്. അതായത് സെല്ലുകളാണ് ബോഡിയെ ഉണ്ടാക്കുന്നത്. പലതിലും അവിടെ ഒരു സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ മൊനീറയിൽ. പ്രോട്ടിസ്റ്റയിൽ വരുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കുറച്ചുകൂടി ഡെവലപ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതിലും സെല്ലുകൾ മാത്രമാണ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഫഞ്ചയിൽ വരുമ്പോൾ അവിടെ മൾട്ടി സെല്ലുലാറാണ്. പലതരത്തിലുള്ള
ഒരുപാട് സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് ഫഞ്ചൈ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ സെല്ലുകളൊക്കെ കൂടിച്ചേർന്ന് ചെറുതായിട്ട് ടിഷ്യൂ ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും ഡെവലപ്പായി വരുന്നത് കണ്ടോ ഓരോ കിങ്ഡം ആകുമ്പോഴേക്കും. ഓക്കെ, പ്ലാന്റയിലേക്ക് വരുമ്പോഴേക്കും ടിഷ്യൂ ആയിട്ട് അത് ഡെവലപ്പ് ആയിക്കഴിഞ്ഞു. സെല്ലുകളൊക്കെ ചേർന്നിട്ടുള്ള കൂട്ടാണല്ലോ ടിഷ്യൂ. പ്ലാന്റയിലേക്ക് എത്തിയപ്പോൾ സെല്ലുകളൊക്കെ കൂടിച്ചേർന്ന് ടിഷ്യൂ ആയിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ടിഷ്യൂ ഒക്കെ കൂടിച്ചേർന്ന് ഓർഗൻ ആയിക്കഴിഞ്ഞു. അത്രയും ഡെവലപ്ഡായി. ആനിമാലിയയിലേക്ക് എത്തിയപ്പോൾ എന്താ ഉണ്ടായത്? ടിഷ്യൂ ഉണ്ട്, ഓർഗൻസ് ഉണ്ട്. ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഓർഗൻ സിസ്റ്റംസും ആയിട്ടുണ്ട്. അത്രയും ഡെവലപ്പ് ചെയ്തു. ആ രീതിയിലാണ് അവരുടെ ബോഡി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എങ്ങനെയാണ്? ഓട്ടോട്രോഫിക് ആണ്. ഏതിന്? മൊനീറയിൽ. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? അവനവനിൽ തന്നെ ന്യൂട്രീഷൻ തേടുന്ന ജീവികളാണല്ലോ. ഓക്കെ, സ്വന്തം ശരീരത്തിൽ നിന്നും ന്യൂട്രീഷൻ ഉണ്ടാക്കുന്ന ഓർഗാനിസംസ് ആണ് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ്. അതിൽ തന്നെ കീമോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട്. കീമോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? കെമിക്കൽസിൽ നിന്നും ന്യൂട്രീഷൻ എടുക്കുന്നത്. ഇപ്പോൾ ചെടികളൊക്കെ എന്താ ചെയ്യുന്നത്? സൺലൈറ്റിൽ നിന്നും ന്യൂട്രീഷൻ എടുക്കുകയാണ് അല്ലേ? അതിനെന്താണ് പറയുന്നത്? ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് എന്ന് പറയാം. പക്ഷേ ഇതിലൊക്കെ എന്താണ്? അതും ഉണ്ട്. കെമിക്കൽസിൽ നിന്നും സൺലൈറ്റിന് പകരം മറ്റൊരു സോഴ്സാണ് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ. അതിൽ നിന്നുമാണ് അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി എടുക്കുന്നത്. പിന്നെ അത് കൂടാതെ അതിൽ നിന്നാണ് ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആൻഡ് ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോഫിക്കും ഉണ്ട് ഹെട്രോട്രോഫിക്കും ഉണ്ട് എന്നാണ് അർത്ഥം. കണ്ടോ, ഓട്ടോട്രോഫിക്കും ഉണ്ട് ഹെട്രോട്രോഫിക്കും ഉണ്ട്. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ അവനവനിൽ തന്നെ ന്യൂട്രീഷൻ തേടുന്നു. ഹെട്രോട്രോഫിക് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും ന്യൂട്രീഷൻ തേടുന്നു. അപ്പം മൊനീറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കിങ്ഡത്തിൽ അവനവനിൽ തന്നെ ന്യൂട്രീഷൻ തേടുന്ന ജീവികളുണ്ട്, മറ്റുള്ളവരിൽ നിന്നും ന്യൂട്രീഷൻ തേടുന്ന ജീവികളുണ്ട്. മറ്റുള്ളവരിൽ നിന്നും ന്യൂട്രീഷൻ തേടുന്ന ജീവികളുടെ പ്രത്യേകത എന്താണ്? അവ സാപ്രോഫൈറ്റിക് ആകാം, അല്ലെങ്കിൽ പാരാസൈറ്റിക് ആകാം. സാപ്രോഫൈറ്റിക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, ചത്തുപോയിട്ടുള്ള ചീഞ്ഞളിഞ്ഞിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓർഗാനിസംസിൻ്റെ വേസ്റ്റുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നിന്നാണ് ഇവർ ന്യൂട്രീഷൻ എടുക്കുന്നത്. ആര്? മൊനീറ മൊനീറയിലെ എല്ലാവരും അല്ല, ചിലർ ന്യൂട്രീഷൻ എടുക്കുന്നത്. പാരാസൈറ്റിക്കും ഉണ്ട് അതിൽ. പാരാസൈറ്റിക് എന്ന് പറയുമ്പോൾ മറ്റ് ജീവിക്കുന്ന ഓർഗാനിസംസിൽ നിന്ന് അവരുടെ ന്യൂട്രീഷൻ വലിച്ചെടുക്കുന്ന ഓർഗാനിസംസ്. ഓക്കെ, അതാണ് നമ്മുടെ മൊനീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി പ്രോട്ടിസ്റ്റയിലേക്ക് കടക്കുമ്പോൾ അവ ഓട്ടോട്രോഫിക് ആണ്, അതായത് ഫോട്ടോസിന്തറ്റിക് ആണ്, അതായത് സൺലൈറ്റിൽ നിന്നും ന്യൂട്രീഷൻ എടുക്കുന്ന ഓർഗാനിസംസ്. ചിലത് ഹെട്രോട്രോഫിക്കും ആണ്, മറ്റുള്ളവരിൽ നിന്നും ന്യൂട്രീഷൻ എടുക്കുന്നത്. ഫഞ്ചൈയുടെ പ്രത്യേകത എന്താ? നമുക്കറിയാം, കൂണുകളും അങ്ങനത്തെ ഓർഗാനിസംസൊക്കെ എങ്ങനെയാണ് നമുക്കറിയാലോ. എപ്പോഴും മറ്റുള്ളവരിൽ നിന്നാണ് ന്യൂട്രീഷൻ എടുക്കുന്നത് അല്ലേ? മറ്റ് ജീവികളിൽ നിന്നാണ് ന്യൂട്രീഷൻ എടുക്കുന്നത്. അവ സാപ്രോഫൈറ്റിക് ആണ്, അല്ലെങ്കിൽ പാരസൈറ്റിക് ആണ്. സാപ്രോഫൈറ്റിക് എന്ന് പറയുമ്പോൾ കൂണൊക്കെ എവിടെയാണ് വളരുന്നത്? ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ അങ്ങനത്തെ വേസ്റ്റിൻ്റെ മുകളിലാണ് വളരുന്നത് അല്ലേ? അപ്പോൾ അതെപ്പോഴും മറ്റുള്ളവരിൽ നിന്നും ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ നിന്നും ന്യൂട്രീഷൻ എടുക്കുന്നതിനെയാണ് സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത്. അതാണ് അവരുടെ ന്യൂട്രീഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പാരസൈറ്റിക് ആണ്, ഓൾറെഡി ജീവിക്കുന്ന ജീവികളിൽ നിന്ന് ന്യൂട്രീഷൻ എടുക്കുന്ന ഓർഗാനിസംസ് ആണ്. പിന്നെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമുക്കറിയാം, പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവനവനിൽ തന്നെ ന്യൂട്രീഷൻ കണ്ടെത്തുന്ന ജീവികളാണല്ലേ. അതിനെന്താ പറയുക? ഓട്ടോട്രോഫിക് ആണ്. അപ്പോൾ അവർ ഓട്ടോട്രോഫിക് ആണ്. പിന്നെ ഫോട്ടോസിന്തറ്റിക് ആണ്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ സൺലൈറ്റിൽ നിന്നാണ് അവർ ന്യൂട്രീഷൻ ഡിറൈവ് ചെയ്ത് എടുക്കുന്നത്. സൺലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ഭക്ഷണം പാചകം ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ, പ്ലാന്റ്സിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. പ്ലാന്റ്സ് എപ്പോഴും അങ്ങനെയല്ലേ. പക്ഷേ എന്നാൽ ആനിമാലിയയിലേക്ക് കടക്കുമ്പോൾ തിരിച്ച് വീണ്ടും ഹെട്രോട്രോഫിക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. മനുഷ്യന്മാരുടെ കാര്യം ആലോചിച്ചാലും മതി. നമ്മളെപ്പോഴും എന്താണ്? മറ്റ് ജീവികളെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ? ചെടികളിലും മൃഗങ്ങളിലും മറ്റ് ഓർഗാനിസംസിലും ഒക്കെ ആശ്രയിച്ചിട്ടാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാർ അല്ലെങ്കിൽ മൃഗങ്ങൾ ആരാണെങ്കിലും മറ്റ് ഓർഗാനിസംസിനെ ആശ്രയിച്ച് ന്യൂട്രീഷൻ എടുക്കുന്നത് കൊണ്ട് അവർ ഹെട്രോട്രോഫിക് ആണ്. കൂടാതെ ഹോളോസോയിക് ആണ്. ഹോളോസോയിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോളോസോയിക് എന്ന് പറയുമ്പോൾ എപ്പോഴും ആഹാരം മറ്റുള്ളവരിൽ നിന്നും എടുത്ത് അത് വായുടെ ഉള്ളിലേക്ക് കയറ്റി
ചവച്ചരച്ച് ഒരു ഡൈജഷൻ എന്ന് പറയുന്നിട്ടുള്ള പ്രക്രിയയിലൂടെ പോകുന്ന ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ രീതിയിൽ ചവച്ചരച്ച് അങ്ങനെ കഴിക്കുന്നവരെയാണ് ഹോളോസോയിക് എന്ന് പറയുന്നത്. അപ്പോൾ മൃഗങ്ങളിൽ പെടുന്നവരൊക്കെ ഹോളോസോയിക് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അല്ലേ. പ്രത്യേക പ്രോസസ്സ് വേറൊന്നുമല്ല, ഇങ്ങനെ ഈ രീതിയിൽ ഇൻജഷൻ, ഡൈജഷൻ എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള പ്രോസസ്സിലൂടെയാണ് ഫുഡ് ഉള്ളിലേക്ക് ബോഡിയിലേക്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഹോളോസോയിക് എന്ന് പറയുന്നത്. പിന്നെ സാപ്രോഫൈറ്റിക് ആണ്. ചില ഓർഗാനിസംസ്, ആനിമാലിയ എന്ന് പറയുമ്പോൾ വലിയൊരു കിണ്ടല്ലേ, അതിൽ ചില ഓർഗാനിസംസ് ഈ പറഞ്ഞ പോലെ ഡെഡ് ആയിട്ടുള്ള മറ്റ് ഓർഗാനിസംസിനെ ഭക്ഷിക്കുന്നവരും ഉണ്ട് അല്ലേ. ഡെഡ് ഓർഗാനിസംസിനെ ആശ്രയിച്ച് വളരുന്ന ഓർഗാനിസംസും ഉണ്ട്. അതുകൊണ്ട് സാപ്രോഫൈറ്റിക് എഴുതിയത്. അപ്പോൾ ഏകദേശം ഈ ഒരു കിങ്ഡം മനസ്സിലായില്ലേ? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മനസ്സിലായില്ലേ? 5 കിങ്ഡംസ്: മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റ്, ആനിമാലിയ. അതിൽ സെൽ ടൈപ്പ്, സെൽ വോള്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണല്ലേ. 5 കിങ്ഡംസ് ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഈ 5 കിങ്ഡംസ് ഉള്ള ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാനായിട്ടുള്ള കാരണം എന്താണ്? അതിൻ്റെ ഒരു നീഡ് എന്താ, ഒരു ആവശ്യം എന്തായിരുന്നു അതിൻ്റെ? നമുക്കറിയാം, മുമ്പത്തെ സിസ്റ്റംസൊക്കെ പലതരത്തിലുള്ള ഓർഗാനിസംസിനെ പ്ലാന്റ്സിൻ്റെ കീഴിലാണ് കൊണ്ടുവന്നത്. എല്ലാ ഓർഗാനിസംസിനെയും, ബാക്ടീരിയ അടക്കം പലതരത്തിലുള്ള ഓർഗാനിസംസിനെയും ഒക്കെ പ്ലാന്റ്സിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. സെൽ വോൾ ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പ്ലാന്റ്സിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. പക്ഷെ അതിനെയും ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ലേ? കാരണം എന്താണ്? പ്രോകാരിയോട്സും യൂകാരിയോട്സും ഒക്കെ ഒരുമിച്ചാണ് വന്നത്. യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും ഓർഗാനിസംസിനെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ കണ്ടില്ല അല്ലേ. ഓട്ടോട്രോഫ്സിനെയും ഹെറ്ററോട്രോഫ്സിനെയും ഒക്കെ ഒരേ കിങ്ഡത്തിൽ തന്നെ കൊണ്ടുവന്നു. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട ആവശ്യമുണ്ടല്ലോ. പിന്നെ ഫഞ്ചൈ ആൻഡ് ഗ്രീൻ പ്ലാന്റ്സ് ബോത്ത് ഹാഡ് സെൽ വാൾസ്. പക്ഷേ എന്താണ്, അതിൻ്റെ സെൽ വാളിൻ്റെ നേച്ചർ ഡിഫറെൻ്റ് അല്ലേ. ഫഞ്ചൈൻ്റെ സെൽ വാൾ എങ്ങനെയാണ്? കൈറ്റിൻ സെൽ വാളാണ്. പ്ലാന്റ്സിൻ്റെ സെൽ വാൾ എന്താണ്? സെല്ലുലോസ് സെൽ വാളാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഒരെണ്ണത്തിൻ്റെ കീഴിൽ ക്ലാസിഫൈ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അല്ലല്ലോ, സെൽ വാളിൻ്റെ നേച്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ സെൽ വാളിൻ്റെ നേച്ചറൊക്കെ അനുസരിച്ച് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡിഫറെൻ്റ് ആയിരുന്നില്ല മുമ്പ്. അതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വിറ്റാക്കർ. നമ്മളീ പറഞ്ഞ RH വിറ്റാക്കർ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത്? പ്രോകാരിയോട്സിനെ എല്ലാത്തിനെയും ഒരു കിങ്ഡത്തിൽ കൊണ്ടുവന്നു. മൊനീറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കിങ്ഡത്തിൽ കൊണ്ടുവന്നു. യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂകാരിയോട്സിനെ എന്തിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നു? പ്രോട്ടിസ്റ്റയിൽ കൊണ്ടുവന്നു. യൂകാരിയോട്സ് ആണ്, അതായത് സെല്ലൊക്കെ ഡെവലപ്ഡ് ആണ്, പക്ഷെ ഒരൊറ്റ സെല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഓർഗാനിസംസിനെയൊക്കെ എന്തിൽ കൊണ്ടുവന്നു? പ്രോട്ടിസ്റ്റയിൽ കൊണ്ടുവന്നു. ഫഞ്ചൈനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കിങ്ഡത്തിൽ പ്ലേസ് ചെയ്തു, സെപ്പറേറ്റ് ആയിട്ടുള്ള കിങ്ഡത്തിൽ. പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൂടുതൽ സയൻറ്റിഫിക്കായി. പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഫൈലോജനറ്റിക് ആയി ബേസ്ഡ് ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് തുടക്കത്തിൽ ഭൂമി ഉണ്ടായപ്പോൾ ഉള്ള ജീവികൾ എങ്ങനെയായിരുന്നു, പിന്നെ ഡെവലപ്പായി ആ ജീവികൾ എങ്ങനെയാണ് വന്നത്, പതുക്കെയാണ് അതിലേക്ക് വന്നതെന്ന് അറിയാമല്ലോ. അങ്ങനെ ആ എവല്യൂഷണറി റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഇത് വളർന്നു വന്നത് അനുസരിച്ച്. മോഡേൺ വ്യൂ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമുക്ക് കാണാൻ പറ്റും ഓരോ കാലം അനുസരിച്ചിട്ട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഡിസ്കവറീസ് അനുസരിച്ചിട്ട് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതിൽ 3 ഡൊമെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം പുതിയതായിട്ട് വന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 5 കിങ്ഡംസിൽ മൊനീറ എന്ന് പറഞ്ഞിട്ടൊരു കിങ്ഡം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ മൊനീറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരൊറ്റ കിങ്ഡം, ഈ ഫസ്റ്റ് കണ്ണ ഈ ഒരൊറ്റ കിങ്ഡം മാത്രമായിട്ട്, മൊനീറ മാത്രമായിട്ട് 2 ഡൊമെയിൻസ് ആയിട്ട് മാറി. അപ്പോൾ ആ 2 ഡൊമെയിൻസും കൂടിയിട്ട് അപ്പോൾ മൊത്തം എത്ര കിങ്ഡം ഉണ്ടായി? 6 കിങ്ഡംസ് ഉണ്ടായി. അപ്പോൾ പുതിയ ക്ലാസിഫിക്കേഷൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് അതിൽ എന്തൊക്കെ നോക്കുന്നുണ്ട്? മോർഫോളജി നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫിസിയോളജി നോക്കുന്നുണ്ട്, റീപ്രൊഡക്ഷൻ നോക്കുന്നുണ്ട്, എവല്യൂഷൻ നോക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ ചെയ്യുന്നത്. മുമ്പത്തെ കിങ്ഡത്തിൽ മൊനീറ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ എന്താണ്? ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഗ്രൂപ്പും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അതിൻ്റെ തന്നെ, അതായത് ബാക്ടീരിയയെ തന്നെ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ എന്നുള്ള രീതിയിൽ. അത് കൂടുതൽ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല, എങ്കിലും അതൊന്ന് അറിഞ്ഞിരുന്നോളൂ. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തുടക്കം, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത്, നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ വരാവുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ടേബിളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമ്മളിനി ഓരോ കിങ്ഡംസിനെയും പ്രത്യേകം എടുത്ത് പഠിക്കും. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോ കാണാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് റഫായിട്ട് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, സ്വാതിജാസ് പേപ്പറിലെ പുതിയ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമ്മളിതിന് ഈ സബ്ജക്റ്റിൽ മാത്രമല്ല മറ്റ് പല സബ്ജക്ട്സിലും വീഡിയോസ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് നോക്കാം. ചാനൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒക്കെ ഇപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇപ്പോൾ ഇടുന്നുണ്ട്. എല്ലാവരും സ്റ്റേ അപ്ഡേറ്റഡ്. താങ്ക്